ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗാണ്. നമുക്ക് എങ്ങനെയാണ് എൻ്റെ ഒരു സൺഡേ റുട്ടീൻ എങ്ങനെയാണ് പോകുന്നതെന്ന് ഒന്ന് കാണാം. അപ്പോൾ ആദ്യം എല്ലാവരും ചെയ്യുന്നത് പോലെ ചായ വെച്ചു, ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വന്നു. ഞായറാഴ്ച രാവിലെ അങ്ങനെ ഇവിടെ കുർബാന ഞങ്ങൾക്കുണ്ട് ഞായറാഴ്ച, പക്ഷെ അത് വൈകിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എല്ലാവരും കുറച്ച് ലേറ്റായിട്ട് എഴുന്നേൽക്കുക. അപ്പോൾ വാവിയും ആമിയും ഒക്കെ പതുക്കെയാണ് താഴോട്ട് ഇറങ്ങി വന്നിട്ടുള്ളത്. ബാക്കി ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് താഴെ ഞങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈയമൊക്കെ രാവിലെ ഒരു ചെറിയ കട്ടൻ ചായയൊക്കെ കുടിച്ചു. ജോൺസ് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ജോൺസ് ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നല്ലോ, നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ജോൺസ് രാവിലെ ഒരു 6:30 ഇപ്പം വന്ന് ഡ്രസ്സൊക്കെ മാറി ഇരിക്കുവാണ്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഉറങ്ങാൻ പോവുക കുറച്ച് നേരം. പിന്നെ ഇതാ ജെയ്ഡൻ ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. രാമക്കുട്ടിക്ക് ഒരു 5 മിനിറ്റ് മതി, അവൾ അത് കഴിയുമ്പോഴത്തേക്കൊന്ന് ഉഷാറായി. ഇപ്പോൾ അവളുടെ കൂടെ ഒരു പാവക്കുട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ ആ നേരം ഇവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി നോക്കാനത്. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അവർക്ക് നമ്മുടെ നാടൻ ഭക്ഷണത്തെക്കാളൊക്കെ ഇഷ്ടം ഇവിടുത്തെ ഒരു ഭക്ഷണ രീതികളൊക്കെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോസേജസ്. കുറേ ഐറ്റം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ചിക്കൻ സോസേജസ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഞങ്ങൾക്ക് കറക്റ്റ് 6 പേർക്ക് 3 വെച്ചിട്ട് ഉള്ള സോസേജസ് ഇങ്ങനെ ഞാൻ ഓവനകത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം കുറേ കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ചൊക്കെ ആയിട്ട് പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഭാഗമാണ് മുട്ട. അപ്പോൾ ഒരു ബോയിൽഡ് എഗ്ഗും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ബുൾസൈ ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ബോയിൽഡ് എഗ്ഗാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് ഹാഷ് ബ്രൗൺ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അത് ഒന്നുമില്ല, ഇതിനകത്ത് അപ്പടി പൊട്ടറ്റോ ആണ്, ഉരുളക്കിഴങ്ങൊക്കെ നിറച്ച് അത്യാവശ്യം കുറച്ച് ഹെർബ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലേവറിനൊക്കെ ചേർത്തിട്ട് ഒരു കോട്ടിംഗ് കൂടെ അവരിങ്ങനെ പാക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും നമുക്ക്. അപ്പോൾ അത് നമ്മളിതുപോലെ ഓവനിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി കുറച്ച് സോസേജസും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഓവനകത്ത് വെച്ചു. ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. ഇത് ഞാൻ മാവ് കലക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പത്തിനുള്ള മാവാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ അപ്പവും ചിക്കൻ സ്റ്റൂ ആണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവർക്ക് അപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മാവൊക്കെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കും. അപ്പോൾ അതവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബീൻസാണിത്. ഇതിപ്പോൾ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ കിട്ടും എന്ന് തോന്നുന്നത്. ഒത്തിരി നല്ലതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ബേക്ക്ഡ് ബീൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിങ്ങനെ പാക്കറ്റിലല്ല ഇങ്ങനെ ടിന്നിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മളൊരു നല്ലതുപോലെയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം എന്നാണ് അവർ പറയുക. പക്ഷേ ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി വെന്തോ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ടൊക്കെയാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ ഇതും ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടിയത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇവർ TV കാണാനും അതുപോലെ കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഇവർ രാവിലെ എഴുന്നേറ്റ് പാട്ടൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ആ നേരം ജെയ്ഡൻ ഇവിടെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ജെയ്ഡൻ ഇങ്ങനത്തെ തന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമുണ്ട് ജെയ്ഡന്. അപ്പോൾ ജെയ്ഡൻ പറഞ്ഞു അവൻ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്തോളാം എന്ന്. അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ടൊന്നുമില്ല, പക്ഷേ ആമിക്കുട്ടി എന്തെങ്കിലുമൊക്കെ ഈ പേപ്പറുകളൊക്കെ വലിച്ച് കീറുമോ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ട് ഇരുന്ന് എഴുതി കഴിഞ്ഞ് അതൊക്കെയാണെങ്കിലും പേപ്പറൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ് ജെയ്ഡൻ്റെ പണി. ജെയ്ഡന് അത് ഇഷ്ടമാണ്. അപ്പോൾ ജെയ്ഡൻ ഇതൊക്കെ ഒന്ന് മാറ്റുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് വിൻഡോൻ്റെ കേർട്ടനൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ജെയ്ഡന് കുറച്ച് പ്രകാശമൊക്കെ ആയിട്ടിരിക്കുന്നതാണ് വീടിനകം ഇഷ്ടം. അപ്പോൾ ജെയ്ഡനാണ് ഇപ്പോഴും നമ്മുടെ വീട്ടിലെ കേർട്ടനൊക്കെ ഒന്ന് മാറ്റി ഇട്ട് നല്ല വെളിച്ചമൊക്കെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ല വെളിച്ചമുണ്ട്, നല്ല സൺലൈറ്റ് ഉണ്ടെന്ന്. ഇന്ന് സാധാരണ എപ്പോഴും ഒരു മൂടിയ കാലാവസ്ഥയ്ക്കാണ് ഉണ്ടാവാറ്, പക്ഷെ ഇന്ന് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ആമിക്കുട്ടി എന്നത്തെയും പോലെ പാട്ടൊക്കെ കേട്ട് 2-3 സ്റ്റെപ്പൊക്കെ കാണിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വാവ കുറച്ചിങ്ങനെ മടി പിടിച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച പൊതുവെ ഒരു മടി ദിവസമാണ് എല്ലാവർക്കും. തലേദിവസം നമ്മൾ ശനിയാഴ്ച വൈകിട്ട് കുറച്ച് ലേറ്റായിട്ടാവും ഉറങ്ങുക. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അവർ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കും ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഉറക്കച്ചവടൊക്കെ മാറുന്നത് വരെ അവർ മിണ്ടിയും പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊന്ന് വന്ന് കിച്ചണിൽ നിന്ന് ഓടി വന്ന് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഉള്ള വീഡിയോ ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും അടുക്കളയിലോട്ട് വന്നു. ഇനി ഞാൻ ഇവർക്കുള്ള ടോസ്റ്റ് ഉണ്ടാക്കുകയാണ്. ബ്രെഡ് ടോസ്റ്റ് ഇവർക്ക് ഇഷ്ടമാണ്. അപ്പം അത് നമ്മളിത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇതിനകത്ത് ടോസ്റ്ററിനകത്തൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ 4 ബ്രെഡ് നമുക്ക് ഒരേപോലെ തന്നെ ഒരൊറ്റ പ്രാവശ്യം തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ എളുപ്പപ്പണിയുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ടോസ്റ്ററിനകത്ത് ഞാനിത് ബ്രെഡ് ഇട്ട് വെച്ചിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. അപ്പം ആ നേരം ആമിക്കുട്ടിയാണ് എന്നെ അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നത്. പെട്ടെന്നാണ് അവൾക്ക് അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഓരോ ചിന്തകളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു അവിടെ ഇച്ചിരി സ്പൂണൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ അവൾ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളിപ്പം തന്നെ ഇതാ ഹെൽപ്പ് ചെയ്യുവാണ് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. എന്തോരം ഇത് കളയാൻ നീ വാഷിംഗ് ലിക്വിഡ് എന്ന് അറിയാവോ? ഇങ്ങനെ ചെയ്യാൻ പോണേ. അയ്യോ Okay, so can I clean now? So good. It's so hot, Mama. Put it in here. So fun now. അടുത്തത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ കഴിക്കുന്ന ഒന്നാണ് തക്കാളി ഇങ്ങനെ നമ്മൾ നടുവേ മുറിച്ചിട്ട് അത് നമ്മൾ ആ ഒരു കുറച്ച് എണ്ണ തൂത്തിട്ട് ഇതുപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കഴിക്കുന്ന സോസേജിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പം ഒരു പ്രത്യേക സ്വാദാണ്. പക്ഷേ ഇവിടെ ജോൺസ് മാത്രമേ ഇങ്ങനെ കഴിക്കത്തുള്ളൂ, ഞാനും ജോൺസേ കഴിക്കത്തുള്ളൂ. പക്ഷെ ഞാൻ ഇന്ന് എടുത്തില്ല. അപ്പം കുഞ്ഞുങ്ങൾക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമില്ല, അവർക്കിങ്ങനെ തക്കാളി ഇങ്ങനെ മുറിച്ച് കഴിക്കുന്നത് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതാ ആമിക്കുട്ടി അത്യാവശ്യമൊക്കെ എന്നെ മുട്ടയുടെ തോടൊക്കെ കളയാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ആമിക്കുട്ടിയാണ് ഇപ്പോൾ ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നത്. അവിടെ കിടക്കുന്നത് വാവിയാണ്. എല്ലാവർക്കും ഇങ്ങനെ മടി പിടിച്ച് കിടക്കാമെന്ന് ഇങ്ങനെ ഇരിക്കുവാണ് എല്ലാവരും. അപ്പോൾ ആമിക്കുട്ടി ഇവിടെ ടേബിൾ മാറ്റിലൊക്കെ അതൊന്ന് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് എന്തോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കിച്ചണിലൊക്കെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ചെയ്യാനുമായിട്ട്. സാധാരണ തന്നെ ജെയ്ഡൻ മാത്രമാണ് ഹെൽപ്പ് ചെയ്യുക കുഞ്ഞുങ്ങളിൽ. ജെയ്ഡന് ഭയങ്കര ഇഷ്ടമാണ് ഹെൽപ്പ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ ഞാൻ സോസേജൊക്കെ നോക്കി ഒരു 20 മിനിറ്റിനകത്തൊക്കെ നമ്മുടെ സോസേജ് അതുപോലെ നമ്മുടെ ഹാഷ് ബ്രൗൺ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിനകത്തോട്ടൊന്ന് വിളമ്പിയെടുക്കണം. അപ്പോൾ ഞാനത് വിളമ്പുന്നത് അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രെഡ് ടോസ്റ്റും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിക്കാമെന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ജോൺസനാണ് എടുത്തുകൊണ്ട് പോകുന്നത്. സാധാരണ ഇത് രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊന്നും പിന്നീട് ഉച്ചയ്ക്കൊന്നും ഭക്ഷണം വേണ്ട, അത്രയും ഫില്ലിംഗ് ആണിത്. അതായത് 3 സോസേജ്, അതുപോലെ ബേക്കൺ, അതുപോലെ ഹാഷ് ബ്രൗൺ, പിന്നെ ടോസ്റ്റ്, ബീൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് തീർക്കാനായിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് വേണം. അപ്പോൾ പക്ഷേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ഒരു നിർബന്ധം പിടിക്കേണ്ട. ഇതിപ്പോൾ നമ്മൾ അപ്പവും അല്ലെങ്കിൽ അപ്പം അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ദോശ ഇഡ്ഡലിക്കാണെന്നുണ്ടെങ്കിൽ അവരെ തല്ലി കൊടുത്താലേ അവർ കഴിക്കുകയുള്ളൂ. ഇതൊക്കെ ഇവരുടെ ഇഷ്ടത്തിന് നമ്മൾ പറയാതെ തന്നെ അവരിത് ഫിനിഷാക്കും. അപ്പോൾ അതാ ജോൺസൊക്കെ ആണെന്നുണ്ടെങ്കിലും ജോൺസിന് ഭയങ്കര ഇഷ്ടമാണ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. വളരെ എന്താ പറയുക, ഇത് വല്ലപ്പോഴും ഞാൻ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. കാരണം ഇത് ഒത്തിരി പണി വേണം നമുക്ക്. കുറേ സമയമെടുത്ത് പല കാര്യങ്ങൾ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി സമയമൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴാണ് ഒരു സാറ്റർഡേ അല്ലെങ്കിൽ ഒരു സൺഡേ, സാധാരണ സൺഡേ ആണ് ഇവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഞാനിനി എൻ്റെ ലഞ്ചിൻ്റെ പണിക്ക് പോവാണ്. ഉച്ചയ്ക്കുള്ള സ്റ്റൂ ഒന്ന് ഉണ്ടാക്കണം. അതുപോലെ തന്നെ അപ്പത്തിന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും വേണ്ടല്ലോ. അപ്പം ഒന്ന് മാവൊക്കെ പൊളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കുന്ന നേരത്തിന് തൊട്ട് മുന്നാണ് ഞാൻ അപ്പൊക്കെ ഒന്ന് ചുട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ആ നേരം ആമിക്കുട്ടിയും ലിയും ഇവിടെ പുറത്ത് കളിക്കുകയാണ്. നല്ലൊരു കാലാവസ്ഥയാണ് ഇന്ന്, നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. സാധാരണ ഒരു മൂടലൊക്കെ ആയിരിക്കും, വലിയ തണുപ്പൊന്നുമില്ല. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കിച്ചണിൽ നിന്ന് അവരവിടെ കളിക്കുന്നത് കാണാൻ പറ്റും. കാരണം നമുക്കൊരു ഓപ്പൺ വിൻഡോ ഉണ്ട്, അപ്പോൾ അതിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവരവിടെ സേഫാണ്. അപ്പോൾ എനിക്കിവിടെ എൻ്റെ പണി ചെയ്യാം. അപ്പോൾ ജോൺസും പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് ടിവിയും പാട്ടും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റൂവിൻ്റെ പരിപാടികൾ കാണിക്കാൻ കേട്ടോ. അപ്പോൾ സവോളയും തക്കാളിയും അതിന് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത്, ഞാൻ ഒത്തിരി ഇങ്ങനെ നീണ്ട് കാണിക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ ചില ഭാഗങ്ങൾ കാണിക്കാം, അല്ലെങ്കിൽ ഇത് വലിയൊരു വീഡിയോ ആയിപ്പോൾ.
അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്ന് നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അപ്പം ചൂടാം. ഇനിയിപ്പോൾ എല്ലാവർക്കും ഇനി ഉടനെ തന്നെ ഞാൻ ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അപ്പം ചുട്ട് കഴിഞ്ഞെന്നാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. അവർക്ക് അപ്പവും സ്റ്റൂവും കൂടെ കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് കുർബാനയുണ്ട്. കുർബാന കഴിഞ്ഞിട്ട് കുർബാന ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വൈകുന്നേരമാണ്, ഞങ്ങൾക്കൊരു 6 മണിക്കാണ് കുർബാന. കുർബാന കഴിയുമ്പോൾ പിന്നെ ഒരു കൊച്ചു ഷോപ്പിംഗ് കൂടിയുണ്ട്. അത് പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് ഒന്നുമല്ല. ഞങ്ങൾ ഓർത്ത് എന്തെങ്കിലും കാണാൻ ഭംഗിയുള്ള എന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ മേടിക്കാം എന്നോർത്ത്. കാരണം ഞങ്ങൾ പോകുന്നത് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഷോപ്പല്ല, ഇവിടെ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കിട്ടുന്നൊരു ഷോപ്പാണ്. അപ്പം അവിടെ പക്ഷേ ചീപ്പാണെന്ന് പറഞ്ഞെന്നാലും നമുക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി ഒത്തിരി നല്ലതാണ്. നമ്മൾ പൈസ കൊടുക്കുന്നതിനേക്കാളും ഒരു 100 മടങ്ങ് ക്വാളിറ്റി ഉണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കുർബാന കഴിയുമ്പം ഞങ്ങൾ അങ്ങോട്ടേക്കും കൂടെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു അപ്പമാണ് കേട്ടോ. ഞാനിത് രാവിലെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന അപ്പമാണ്. ഒരു 10 മണിക്കായപ്പോൾ ഞാൻ കലക്കി ഉണ്ടായിരുന്ന അപ്പമാണ്. ഇതപ്പോൾ നല്ലതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാലോ അതുപോലെ തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞെന്നാലോ ഒരു വ്യത്യാസമില്ല. നമ്മൾ അരി കുതിർത്തിട്ട് ഉണ്ടാക്കുന്ന അരിപ്പൊടി അപ്പമാണെന്നുണ്ടെങ്കിലും ഇതുപോലെ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന അപ്പമാണെന്നുണ്ടെങ്കിലും ഒരു വ്യത്യാസം അറിയാൻ പറ്റില്ല. അത്രയും സോഫ്റ്റും അത്രയും ടേസ്റ്റിയും കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു ഞായറാഴ്ചയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഇത് കഴിയുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അത് കഴിയുമ്പോൾ പിന്നെ അവരുടേതായ ഇച്ചിരി തിരക്കൊക്കെ ഉണ്ട്. അവരുടെ കുളി അത് കഴിയുമ്പോൾ അവരുടെ ഉടുപ്പൊക്കെ മാറിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോവാണ്. അപ്പോൾ ഞാൻ അന്നേരത്തെ വീഡിയോ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാ വൈകിട്ട് ഇവിടെ ഒരു 5:45. അപ്പോൾ കുർബാനയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 5:45 നല്ല മഴയും അതുപോലെ തന്നെ നല്ല ഇരുട്ടും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പള്ളിയിൽ ചെന്നിട്ട് കാണാം. പള്ളിയിൽ തൊട്ടടുത്താണ്. നമുക്ക് നടക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും ഇല്ല. കാറിലാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് പോലും ഇല്ല. അത്രയും അടുത്താണ്. പക്ഷെ മഴ ആയതുകൊണ്ട് നമ്മൾ കാറിലാണ് പോകുന്നത്. മാത്രമല്ല നമുക്ക് ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഷോപ്പിംഗ് പോകുന്നത് കുറച്ച് ദൂരമാണ്. അപ്പോൾ നമുക്കിനി പള്ളിയിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളി. ഒരു കുഞ്ഞു പള്ളിയാണ്. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ പള്ളിയുടെ പുറമേക്ക് ഭംഗിയൊന്നും കാണാത്തത്. നമ്മളിപ്പോൾ സൈഡിൽ കൂടെയാണ് നമ്മൾ കയറുന്നത്. പള്ളിയുടെ മെയിൻ എൻട്രൻസ് വേറെ സ്ഥലത്താണ്, അതിൻ്റെ അപ്പറേ സൈഡാണ്. അപ്പോൾ നമുക്കിങ്ങനെ സൈഡിൽ കൂടെ കാറ് പാർക്ക് ചെയ്തിട്ട് പോകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ ജെയ്ഡനും അതുപോലെ വാവയും കുർബാനയ്ക്കും പള്ളിയിൽ നമ്മൾ അൽത്താര ബോയ്സ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ സെർവ് ചെയ്യും, സെർവേഴ്സാണ് അവർ. അപ്പോൾ അവർ നേരെ തന്നെ അവിടെ റൂമുണ്ട്, അവിടെ പോയി ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞിട്ട് അവർ നേരെ അച്ഛൻ്റെ പള്ളിയിൽ അച്ഛൻ്റെ കൂടെ അൽത്താരയിലോട്ട് പോവാണ് പതിവ്. അപ്പം ഞാനും ജോൺസും ലിയ ആയിരിക്കും പള്ളിയിൽ കുർബാന കൂടുന്നുണ്ടാവുക, അതായത് ഓഡിയൻസിൻ്റെ ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഇനി നമുക്കിതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു പള്ളിയാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഇനി വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ മഴയായതുകൊണ്ടൊക്കെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പം എനിക്ക് ഒത്തിരി എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇച്ചിരി നേരത്തെ വന്ന് ഞാൻ പെട്ടെന്നൊന്ന് ക്യാപ്ചർ ചെയ്തതാണ്. ഇനി ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു. ഇപ്പം ഞങ്ങൾ നേരെ ഒരു കടയിലേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ, ആ കടയിലാണ്. ഇപ്പം വളരെ ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയാണ്. ഇപ്പോൾ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത് ഓരോ കയ്യിലുകളാണ്. പിന്നെ ഇതൊരു പക്കട് പോലത്തെ നമ്മൾ പിടിക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ ഈ ഒരു കടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇവിടെ കിട്ടും എന്നുള്ളതാണ്. അല്ലാതെ ഒരു കളറ് മാത്രമല്ല, പല കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തുണിയൊക്കെ വെച്ചിട്ടല്ലേ പിടിക്കുക. ഇപ്പോൾ അതൊരു റബ്ബറിൻ്റെ ഒരു ഗ്ലൗ പോലെ ഒരു സംഭവമാണ്. എന്നാൽ ഗ്ലൗ അല്ല കേട്ടോ, നമുക്ക് അത് വെച്ചൊക്കെ എടുക്കാം, നല്ല ചൂടുള്ള പാത്രങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന ഒരു ബ്ലൂ കളറിലുള്ള നല്ല കയ്യിലാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് നാട്ടിലെ 90 രൂപയ്ക്കായിരിക്കും. വളരെ വില കുറവാണ്. എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇത്രയും ഭംഗിയുള്ളതും അതുപോലെ ഇത്രയും വില കുറഞ്ഞത് കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ ഭയങ്കര വില കുറവാണ്, നല്ല കളർഫുള്ളാണ്. നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ അടുക്കളയിൽ എപ്പോഴും കുറച്ച് കളർഫുള്ളായിട്ടുള്ള പാത്രങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഈ കട തന്നെയാണ് വരാറ് അധികവും.
പിന്നെ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കടയിലൊക്കെ പോകേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഈ ഒരു കട മതിയാവും. പിന്നെ ഇവിടെ കുറേ പാത്രങ്ങളുണ്ട്. ആ താഴെ കാണുന്നതൊക്കെ നമ്മൾ ചോറ് ഊറ്റി വെക്കുന്ന ഓട്ടയ്ക്കുള്ള പാത്രങ്ങളാണ്. പിന്നെ നല്ല പൊട്ടുന്ന നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന തരമുള്ള പാത്രങ്ങൾ. ഇതൊരു മെഷറിംഗ് കപ്പാണ്. ഇതെൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ ആ ബാക്കിലിരിക്കുന്ന ഒരു പിങ്ക് റോസ് കളറുള്ള ആ ഒരു മെഷറിംഗ് കപ്പ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഈ ഒരു കടയുടെ പ്രത്യേകത ഏതെടുത്തെന്നാലും 1 പൗണ്ട്, അതായത് നാട്ടിലൊരു 90 രൂപ അങ്ങനെയാണ്. എന്ത് സാധനം എടുത്തായിക്കോട്ടെ നമുക്ക് 90 രൂപയ്ക്കാണ് കിട്ടുക. പിന്നെ ഇതൊരു വയർ സ്റ്റാൻഡാണ്. നമ്മളിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്കിതിൻ്റെ മേലെ വെക്കാവുന്ന ഒരു സ്റ്റാൻഡാണ് ഇത്. പക്ഷേ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇവിടെ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ളതാണ്. പിന്നെ കണ്ടില്ല ഇവിടെ നമുക്ക് ജ്യൂസൊക്കെ നാരങ്ങയൊക്കെ പിഴിയുന്ന ഒരു പല കളറായിട്ടുള്ളതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ആമിക്കുട്ടി ഇപ്പോൾ അവൾക്കൊരു ബോട്ടിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവൾക്ക് ആ ബോട്ടിൽ വേണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഞങ്ങൾ മേടിച്ച് കൊടുക്കുന്നില്ല. കാരണം ഈ കടയിൽ നിന്ന് തന്നെ ഒരു 3-4 ബോട്ടിൽ അവൾക്ക് മേടിച്ച് കൊണ്ടുവന്നിട്ട് അതൊക്കെ കൊണ്ട് കളയും. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് നാളത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കിച്ചൺ ഫോയിൽ പേപ്പറൊക്കെ മേടിക്കുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ ഇവിടെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ സോപ്പൊക്കെ ഇട്ട് വെക്കാനുള്ള നല്ല ഇങ്ങനെ കാണുന്നത് നോക്കണ്ട കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ഒന്നും അല്ല, നല്ല ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അവിടെ കണ്ടത്. അപ്പോൾ ഇത് മെഷറിംഗ് കപ്പ്. ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇവിടെ നിന്ന് മേടിച്ച മെഷറിംഗ് കപ്പാണ്. 1 പൗണ്ടാണ്, അല്ലെങ്കിൽ 100 രൂപ, 90 രൂപയാണ്. പിന്നെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബോക്സാണ്. പക്ഷെ ഭയങ്കര ഗ്ലിറ്ററി ബോക്സാണ്. അതിനും ഈ പറഞ്ഞ പോലെ 90 രൂപയ്ക്കാണ് ഉള്ളത്. പിന്നെ കുഞ്ഞു ബോക്സുകളുണ്ട്. പിന്നെ ഇപ്പോൾ ജോൺസ് ഇപ്പോൾ എന്തോ ഒരു സാധനങ്ങളൊക്കെ വേണമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ബാത്റൂമിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ കൊളുത്തിടാൻ പറ്റുന്ന നല്ല വേർഡിങ്സ് ഉള്ള അങ്ങനത്തെ കുറച്ച് ഷോ പീസുകളുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സോപ്പൊക്കെ വെക്കാനുള്ള ഒരു ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ളതാണ്. വെറും 90 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ക്വാളിറ്റിയാണ്. പിന്നെ ഇപ്പോൾ വാവയ്ക്ക് ഇപ്പോൾ ഇതിനകത്ത് നെയ്തോ എടുക്കണം എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ കുടുക്ക എന്നൊക്കെ പറയില്ലേ, നമ്മൾ പൈസ ഇട്ട് വെക്കുന്ന കുടുക്ക ഇവിടെ. പക്ഷെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതുപോലൊക്കെ വലിയ നല്ല ഭംഗിയിലുള്ള കളറിലും അതുപോലെ എഴുതിയിട്ടൊക്കെയാണ് വരിക. നമുക്കിഷ്ടമുള്ള ലെറ്ററിലും അല്ലെങ്കിൽ വേർഡിങ്സിലൊക്കെ എഴുതിയിട്ടുള്ള ടിന്നുകളൊക്കെയാണുള്ളത്. അപ്പോൾ അതൊരു സെഷൻ. ഇപ്പോൾ ഇതൊക്കെ അവന് വേണം എന്നാണ്, ഇതിനകത്ത് ഏത് വേണം എന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പോൾ അതും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതിനകത്ത് ബ്ലൂ കളർ മേടിച്ചായിരുന്നു. പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന 2 കളേഴ്സുള്ളൂ ഇത് ബൗളുകൾ. ഒന്ന് പിങ്കും ഒന്ന് ഒരു ബ്ലൂ കളറും. അതായത് പെങ്കൊച്ചുങ്ങൾക്കും ആങ്കൊച്ചുങ്ങൾക്കും എന്നുള്ള രീതിയിലുള്ള 2 തരത്തിലുള്ള ബൗളുകളുണ്ട്. പിന്നെ ജോൺസ് ഈ ടേപ്പ് മേടിക്കാൻ പോവാണ് കേട്ടോ. ഇത് കുറേ നാളായി ജോൺസ് അന്വേഷിച്ച് നടക്കണം ഈ ഒരു ടേപ്പ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അളക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ നമ്മൾ തുന്നണ ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവുന്ന ടേപ്പില്ല, അതാണ് ഉള്ളത്. അപ്പോൾ അത് മാറ്റി ഇപ്പോൾ കുറച്ചും കൂടെ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു ടേപ്പാണ്. അപ്പോൾ അത് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആമിക്ക് ഈ പറഞ്ഞ പോലെ കാണുന്നതൊക്കെ വേണം. അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഈ ബുക്ക് വേണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കുഞ്ഞു കുട്ടികളുടെ ബുക്കാണ്, കൗണ്ട് ചെയ്യാൻ അറിയാത്തവരുടെ ബുക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നല്ല ഭംഗിയുള്ള മഗ്ഗുകൾ ഇവിടെ കൊളുത്തിയിട്ടിട്ടുണ്ട്, കപ്പുകൾ ഇവിടെ കൊളുത്തിയിട്ടിട്ടുണ്ട്. ഇതിനും ഈ പറഞ്ഞ പോലെ 90 രൂപയാണ് വില. പിന്നെ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ നമുക്ക് കുടിക്കാൻ കിട്ടുന്ന തരത്തിലുള്ള കുഞ്ഞ് ചായ കപ്പുകളുണ്ട്. പിന്നെ ഇത് കുഞ്ഞ് പാത്രമാണ്. ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല. ഇത് വളരെ ചെറിയ പാത്രമാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വലിയൊരു പാത്രത്തിൽ നിന്നൊക്കെ കോരി എടുത്ത് ഒഴിക്കാനായിരിക്കും. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഗ്ലൗവുകൾ, നമ്മൾ ഓവനിന്നൊക്കെ എടുക്കാനുള്ള ഗ്ലൗസൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇത് ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ എണ്ണ വറുത്തിട്ട് കൊച്ചു സാധനങ്ങളൊക്കെ നമുക്കൊന്ന് വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രമാണ്. അപ്പോൾ അതായത് ഒരു കട്ടിംഗ് ബോർഡാണ്. ആ കട്ടിംഗ് ബോർഡ് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കുഞ്ഞു പാത്രങ്ങളാണ്, 3 പാത്രങ്ങൾ. ഈ 3 എണ്ണത്തിനും കൂടെ 90 രൂപയാണ് വില. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അപ്പം ഞാൻ അതും മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ കളേഴ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു കടയിൽ ഈ ഒരു അയിലോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ വരിക. ഇവിടെ പിന്നെ ഇതുപോലെ നമുക്ക് കിച്ചണിലൊക്കെ കൊളുത്തിടാൻ പറ്റുന്ന കുഞ്ഞു സാധനങ്ങൾ, ഇതിനും ഈ പറഞ്ഞ പോലെ 90 രൂപയാണ്. പക്ഷേ നല്ല കനമുണ്ട് അത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ല ചെടിയൊക്കെ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചെടിയാണെങ്കിലൊക്കെ ഇട്ട് വെച്ച് നമുക്ക് കിച്ചണിലൊക്കെ കൊളുത്തിടാൻ പറ്റും. അങ്ങനത്തെ കൊച്ചു സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.
അതുപോലെ തന്നെയാണ് ഇവിടെ ഒത്തിരി ഉണ്ട്, ഉടുപ്പുകളുണ്ട്, അതുപോലെ കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ ഇടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് വളരെ ചീപ്പായിട്ടുള്ള കടയാണ്. ഇപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു ആമിക്കുട്ടിക്ക് എന്തെങ്കിലും തലയിലൊക്കെ ഇടാനൊക്കെ ഉള്ളതെന്ന്. അപ്പോൾ എനിക്ക് ഇത് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി ഇതിൻ്റെ ഒരു കളറും. പിന്നെ ക്രിസ്മസ് ഒക്കെ വരാണ്. ഇതൊരു ബോ അല്ല, ഇതൊരു ക്ലിപ്പ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കളർ. അപ്പോൾ ആമിയോട് ചോദിച്ചപ്പോൾ ആമിക്കും ഇഷ്ടപ്പെട്ടു. 2 കളേഴ്സാണ് ഉള്ളത്, ഒന്ന് ഈ ഒരു പിങ്ക് കളറും വേറെ ഒന്ന് ഒരു ഗോൾഡൻ കളറും. അപ്പോൾ ഞാൻ പിങ്ക് കളർ എടുത്തു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതാ ഇതുപോലത്തെ കുറച്ച് ക്ലിപ്പുകളും അങ്ങനത്തെയൊക്കെയാണ് ഉള്ളത്. പിന്നെ ആ പുറകെ കാണുന്നതൊക്കെ ഡ്രസ്സുകളാണ് കേട്ടോ, വളരെ വില കുറവുള്ള ഡ്രസ്സുകളാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ വീട്ടിലിടാനൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് ചൂസ് ചെയ്യുക. ഒത്തിരി ഇല്ല, കാരണം ഇത് ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ഡ്രസ്സൊന്നുമല്ല, അത്യാവശ്യമൊക്കെ നമുക്ക് 1-2 മാസമൊക്കെ ഓടിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കട പെട്ടെന്നൊന്ന് ഓടിയൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇവിടെ ഇത് ക്രിസ്മസിൻ്റെ ഒരു സമയമായതുകൊണ്ട് ഇവിടെ ക്രിസ്മസിന് തന്നെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കി. നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞ് ഗോൾഡൻ കളറും അതുപോലെ സിൽവർ കളറൊക്കെയുള്ള കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇപ്പം ഞങ്ങളുള്ളത് മെക്ഡൊണാൾഡ്സിലാണ്. ഇവിടെ ഞങ്ങൾ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരാൻ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇവിടെ ഇങ്ങനെ കളിക്കാനൊക്കെയുള്ള ടാബൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ടേബിളിലൊക്കെ ഇരുന്ന് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം, അപ്പോൾ ഇവർക്ക് കളിക്കുകയും ചെയ്യാം. അപ്പോൾ ആമിക്കുട്ടി ഇങ്ങനെ ദേഷ്യമൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, കാരണം അവൾക്ക് കിട്ടിയിട്ടുള്ള ടാബ് നല്ല ടാബ് അല്ലായിരുന്നു എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ചേട്ടന്മാരോട് മാറിയിരിക്കാൻ പറഞ്ഞപ്പോൾ അവരിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് ടേബിളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കഴിക്കാം. അപ്പം ഇവരുടേത് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഞാൻ കുറേ നേരമായിട്ട് എന്നെ കണ്ടില്ലായിരുന്നല്ലോ, ഞാനാണ് ഇത്രയും നേരം വീഡിയോ എടുത്തത്. അപ്പോൾ ഞാനിന്ന് ജോൺസനോട് പറയും എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറയേ. പിന്നെ ഇതാ ഇപ്പോൾ ജെയ്ഡൻ വരുന്നുണ്ട്. ജെയ്ഡനൊക്കെ ഇങ്ങനെ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ബിഗ് മാക് മീൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. പിന്നെ ആമിക്കുട്ടിക്ക് ഒരു കുഞ്ഞ് ബർഗറാണ് മേടിച്ചിട്ടുള്ളത്, കാരണം വലിയ ബർഗറൊന്നും അവൾ ഫിനിഷാക്കാൻ പോണില്ല. അപ്പോൾ ഞങ്ങൾ കൊച്ചൊരു ചീസ് ബർഗർ അവൾക്ക് മേടിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഈ ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ പോവാണ് നേരെ. വേറെ ഇനി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ ആമിക്കുട്ടിക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് വേണ്ട. അവൾക്ക് എന്നോട് പിണക്കാണ്, കാരണം ചേട്ടന്മാരോട് പറഞ്ഞ് അവൾക്ക് ആ ഒരു ടാബ് ഞാൻ കൊടുത്തില്ല എന്നുള്ള ഒരു ദേഷ്യമാണ് എന്നോട്. പിന്നീട് ജോൺസാണ് കൊടുക്കുന്നത്. ജോൺസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനെടുത്ത മീൽ. ഇതാണ് ബിഗ് മാക് മീലാണ് എൻ്റെ. അപ്പോൾ ഇതും ഞാൻ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് ഈ ബിഗ് മാക് മീൽ. ഇത് ഞങ്ങൾ എപ്പോഴും വരുന്ന ഒരു കടയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എപ്പോഴും എങ്ങനെയാണോ കഴിക്കുന്നത്. ഞങ്ങൾ വല്ലപ്പോഴാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ അത് ഞാൻ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് കാണിക്കാം. ഞാനിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ബൗളുകൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല 3 ഡിഫറെൻറ്റ് കളേഴ്സാണ്. അപ്പോൾ നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഇത് നല്ലതാണ്. ഇപ്പോൾ അച്ചാർ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി നമ്മൾ സെർവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള റായിത്തൊക്കെ വെച്ച് കൊടുക്കാം എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇനി അടുത്തത് ഞാൻ മേടിച്ചത് ഈ ഒരു കയ്യിലാണ് കേട്ടോ. ഇത് നമുക്ക് ഇതും അതുപോലെ തന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് കറികളിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു കയ്യിലായിരുന്നു. കണ്ടോ, ഇതിനൊരിങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വെക്കാം, ഒരു സ്റ്റാൻഡ് പോലെ തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ അതും എനിക്കിഷ്ടമായി. കളറും ആണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ബ്ലൂ കളറാണ്. അപ്പോൾ അതും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അടുത്തത് മേടിച്ചിട്ടുള്ളത് ഈ ഒരു ഫ്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു കുഞ്ഞൊരു സോസ് പാൻ പോലത്തെ ഒരു പാനാണ്. ഇതിനും 90 രൂപയുള്ളൂ കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. ഞാനത് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഹെവി ആയിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പം ഞാൻ ഓർത്തു, ഇപ്പം എന്തെങ്കിലുമൊക്കെ വറുക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഇതിനകത്താകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി, എന്നാൽ നമുക്ക് നല്ലതുപോലെ വറുക്കും ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവം ഇതിനകത്ത് ഇങ്ങനെ മുക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ മേടിച്ചിട്ടുണ്ട് അത്. പിന്നെ ഞാൻ ഒരു ചീർപ്പ് മേടിച്ചു എനിക്കും മാമിക്കുട്ടിക്കും വേണ്ടിയിട്ട്. ഇത് വലിയ പല്ലുകളൊക്കെ ഉള്ള ചീർപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുടിയൊന്നും അങ്ങനെ ഒത്തിരി ജട പിടിക്കത്തൊന്നുമില്ല. ജട പിടിച്ച മുടി നമുക്ക് ഈരാൻ നല്ല എളുപ്പമാണ്, ഒട്ടും തന്നെ വേദന എടുക്കില്ല. ഇപ്പോൾ ആമിക്കുട്ടിക്ക് ഇച്ചിരി മുടിയൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്കിങ്ങനെ അവളുടെ ജട കീറി കളയുമ്പോൾ അവൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാവുമ്പോൾ ഒട്ടും തന്നെ വേദന അറിയില്ല, വളരെ സുഖമായിട്ട് ഈരാൻ പറ്റും. പിന്നെ ഞാൻ ഇതുപോലത്തെ 2 ബാറ്ററീസ് മേടിച്ചിട്ടുണ്ട്. ഇതും വളരെ ചീപ്പായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇപ്പോൾ ആമിക്കുട്ടിയുടെ അതുപോലെ തന്നെ
ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ഒക്കെ ടോയ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ബാറ്ററിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ടോയ്കൾ അധികം. അപ്പോൾ അതൊക്കെ എപ്പോഴും പെട്ടെന്ന് തന്നെ തീരുന്നത് കൊണ്ട് ഞാൻ ഇതുപോലത്തെ ബാറ്ററി എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്ലോക്കുകളിലൊക്കെയുള്ള ബാറ്ററി അവരിങ്ങനെ ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും ഞാനൊരു സ്പെയർ ഇതുപോലെ മേടിച്ച് വെക്കാറുണ്ട്. പിന്നെ അതാ നമ്മുടെ ആമിക്കുട്ടിയുടെ ഈ ഒരു ബോ ഞാൻ എടുത്ത് കാണിക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമുക്ക് ഈ ഒരു മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഈ ഒരൊറ്റ ബോ നമുക്ക് സൈഡിലോ അല്ലെങ്കിൽ പുറകിൽ ഒന്ന് കുത്തി കൊടുത്തുന്നാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, കുറച്ചൊരു തിളക്കൊക്കെ ഇരുന്നോട്ടെ എന്ന് ഓർത്തു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു ക്വിസ് പരിപാടി നടത്താൻ, അത് സൺഡേ ഉള്ള ഒരു പരിപാടിയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ക്വിസ് പരിപാടി നടത്തും. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓരോരുത്തരുടെ ടേൺ വരും. അമ്മ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ 1 മാർക്ക്, നമ്മൾ എന്നും കളിക്കുന്ന പോലെ തന്നെ 1 മാർക്ക്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2 മാർക്സ് ആയിരുന്നു. ഈ പ്രാവശ്യം ഓരോ ആൻസറിനും 1 മാർക്ക്. പിന്നെ പാസ് ചെയ്യുന്നത് ഓർഡറിലാണ്. കഴിഞ്ഞ പ്രാവശ്യം റേസ് ചെയ്യുമല്ലായിരുന്നോ? ഈ പ്രാവശ്യം നമ്മൾ റേസ് ചെയ്യുമല്ല. ഓരോ ഇപ്പൊ ജെയ്ഡൻ ആൻസർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വാവ, പിന്നെ ലിയം, പിന്നെ ആമി, അങ്ങനെയാ. ഓക്കെ? It's plum tree, okay? അപ്പോൾ അങ്ങനത്തെ കൊച്ചു കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതുകൊണ്ട് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഇച്ചിരി പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ ഞാൻ ഇനി വേറെ ഒന്നുമില്ല. കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് ഒക്കെ ശരിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യമുള്ള വീടൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ ഇട്ടായിരുന്നു. കാരണം ഇച്ചിരി സമയം നമുക്ക് ഉണ്ടായിരുന്നു, കുക്ക് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ കെടുക്കുക, അത്രയേ ഉള്ളൂ. ഇച്ചിരി പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പ്രാർത്ഥനയുടെ വീഡിയോ ഞാൻ എടുത്തില്ല. ഞാൻ ഇതിൻ്റെ മുന്നും എൻ്റെ വ്ളോഗിലൊക്കെ ഞാൻ പ്രാർത്ഥന എത്തിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കാണിക്കുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നത് എന്നാന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാഞ്ഞത്. ഇനി ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി കഴിയുക. അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ പാത്രങ്ങളുടെ സ്ക്രബ്ബറും അതൊക്കെ ഞാൻ എല്ലാ പ്രാവശ്യവും ഈ ഒരു വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാറുണ്ട്. നല്ല ചൂടുവെള്ളത്തിൽ ഇച്ചിരി ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിൽ ഞാൻ എൻ്റെ ഈ രാത്രിയിലത്തെ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ആ ഒരു ബൗളിനകത്ത് മുക്കി വെക്കും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ആണ് ഞാൻ ആ വെള്ളം കളഞ്ഞ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക, സ്ക്രബ്ബറും നമ്മുടെ സ്പഞ്ചൊക്കെ. അപ്പോൾ നിങ്ങളും അതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ബാക്ടീരിയാസൊക്കെ ഉള്ളത് ഈ ഒരു നമ്മളറിയുന്നില്ല. നമ്മൾ ഓർക്കുന്നത് അത് നല്ല ക്ലീൻ ആയിരിക്കും, വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി കളഞ്ഞെന്നാൽ ക്ലീൻ ആയിരിക്കും എന്നാണ്. പക്ഷെ അത് ഒട്ടും തന്നെ ക്ലീൻ ആവില്ല. നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്താലാണ് നമുക്കത് നല്ല ക്ലീൻ ആക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതോടുകൂടെ നമ്മുടെ ഒരു സൺഡേ വ്ളോഗ് അല്ലെങ്കിൽ ഒരു സൺഡേ റുട്ടീൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു കൊച്ചു വ്ളോഗാണ് അല്ലെങ്കിൽ ഒരു കൊച്ചു റുട്ടീൻ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. Until then, bye bye.